ഒരു മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് റീത്തയെ പിടികൂടുകയാണ് അലീന എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കഥയിലാണെങ്കിൽ റീത്ത ഒരുപാട് ദുഷ്ടതരം ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് കാപട്യം കാണിക്കുന്ന ഒരാളാണ്, ഒരുപാട് ചതി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ റീത്തയ്ക്ക് നേരെ ആഞ്ഞടിക്കാനായിട്ട് അലീന പുറപ്പെടുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ആ ആഞ്ഞടിയിലൂടെ തന്നെ റീത്തയ്ക്ക് പിടിവീഴുന്നൊരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞാൽ ആൻ്റപ്പൻ സത്യത്തിൽ തൻ്റെ പപ്പയെ വഞ്ചിക്കുകയായിരുന്നു എന്ന് അലീന മനസ്സിലാക്കുകയാണ്. അലീനയാണെങ്കിൽ ആൻ്റപ്പന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ആൻ്റപ്പൻ ചേട്ടാ, എൻ്റെ പപ്പയെ പറ്റിച്ചപ്പോൾ, എൻ്റെ പപ്പയെ കള്ളത്തരത്തിലൂടെ നിലംപരിശാക്കിയപ്പോൾ ആൻ്റപ്പൻ ചേട്ടന് എന്ത് സന്തോഷമാണ് ലഭിച്ചത്. ഈ ഒരു അരയ്ക്ക് വേണ്ടിയാണോ ആൻ്റപ്പൻ ചേട്ടൻ എൻ്റെ പപ്പയുടെ മേലുള്ള വിശ്വാസം തുലച്ച് കളഞ്ഞത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. വിശ്വസിക്കുന്നവരെ ചതിക്കുന്നത് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റാണ് ആൻ്റപ്പൻ ചേട്ടാ. ആൻ്റപ്പൻ ചേട്ടൻ അത് മനസ്സിലാക്കണമെന്ന് പറയുന്നു. ഇതേ സമയം ആൻ്റപ്പനാണെങ്കിൽ, കുഞ്ഞെ അത് ഒന്നും പറയില്ല കുഞ്ഞെ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി കുഞ്ഞെ എന്ന് പറയുന്നത് കാണാം. കേണൽ സാബിനോട് പറയില്ലേ, കേണൽ സാബിനോട് പറഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും കുഞ്ഞെ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും അല്ല മേടിക്കുന്നത്, അവരെനിക്ക് തരുന്നതാണ്, അവർ തരുമ്പോൾ ഞാൻ വാങ്ങുന്നു എന്നല്ലാതെ ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നും അല്ല തരുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻ്റപ്പൻ ചേട്ടാ, ഇനി അധികം അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമവും നല്ലതും. കാരണം നിങ്ങളുടെ മേലുള്ള വിശ്വാസമൊക്കെ എനിക്ക് പണ്ടേ പോയി എന്ന് പറയുന്നു. അല്ലെങ്കിൽ ആൻ്റപ്പൻ ചേട്ടൻ ഇമ്മാതിരി ഒരു പ്രവൃത്തിക്ക് കൂട്ടു നിൽക്കില്ലല്ലോ എന്ന് പറയുന്നു. പപ്പ ആൻ്റപ്പൻ ചേട്ടനെ വിശ്വസിച്ചതിന് ആൻ്റപ്പൻ ചേട്ടൻ നല്ല രീതിയിൽ തന്നെ പപ്പയ്ക്ക് പ്രത്യുപകാരം ചെയ്തു കൊടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നും അലീന ആൻ്റപ്പനെ അറിയിക്കുന്നു. ഇതേ സമയം ആൻ്റപ്പനാണെങ്കിൽ കുഞ്ഞെ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുമ്പോൾ, ഈ തവണ ഞാനിത് വിടുകയാണെന്നും ഇനി എന്ത് ഈ വീട്ടിൽ സംഭവിച്ചാലും നടന്നാലും തൻ്റെ ഉത്തരവാദിത്വത്തിലായിരിക്കണമെന്നും തൻ്റെ അധീനതയിലായിരിക്കണമെന്നും അലീന പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. താനറിയാതെ ഇവിടെ ഇനി ഒരു ചില്ലി രൂപയുടെ സാധനം പോലും വാങ്ങരുതെന്നും, ഒരു കടുക് മേടിച്ചാൽ പോലെ എൻ്റെ അടുത്ത് ബില്ലുമായി വരണമെന്നും അലീന പറയുന്നത് കാണാം. നിങ്ങളുടെ മേലുള്ള വിശ്വാസം നിങ്ങൾ തന്നെയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം കുഞ്ഞെ കേണൽ സാബിനോട് പറയരുത് എന്ന് പറയുന്നു. ഇതേ സമയം ഞാനിപ്പോൾ പറയുന്നില്ല, ഇനി ഇമ്മാതിരി ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്നെ ധിക്കരിച്ചു കൊണ്ടുള്ള പ്രവൃത്തി ഉണ്ടായാൽ തീർച്ചയായും ഞാനത് പറയുമെന്ന് പറയുന്നു. എന്തായാലും പൗലോസ് ചേട്ടനോടും ബൈജു ചേട്ടനോടും മറ്റേ ചേട്ടനോടും പറഞ്ഞേക്കാനായിട്ട് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഔതക്കുട്ടി വരികയാണ്. എൻ്റെ പൊന്നാൻ്റെപ്പ, നീയേ സ്നേഹം നടിച്ച് ഒടുവിൽ കമ്പി തന്നെ കുത്തി കയറ്റിയല്ലോടാ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. എൻ്റെ പൊന്ന് ഔതക്കുട്ടി ചായ, തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നു. എൻ്റെ ആൻ്റപ്പ, ഇത് തെറ്റാണോടാ, ഇത് ചതിയല്ലടാ, കൊലച്ചതി എന്ന് പറയുന്നു. നിന്നെ വിശ്വസിച്ചതിന്, നിൻ്റെ എല്ലാം ഏൽപ്പിച്ചതിന് എൻ്റെ മകന് നീ നല്ല ഒരു പണി തന്നെയല്ലടാ കൊടുത്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ നിങ്ങളെയൊന്നും അടുപ്പിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ഈ പേരക്കുട്ടി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇത് തുടർന്നേനില്ലേ? അപ്പോൾ 2 ഇരട്ടി ശമ്പളം, 25,000 രൂപ ശമ്പളമുള്ളവന്
25,000 ബോണസ് മാസത്തിൽ. അപ്പോൾ 50,000 രൂപ. സമ്മതിക്കണം, പണമുള്ളവനെ പറ്റിക്കാൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നതും, വിശ്വാസമുള്ളവനെ നിങ്ങൾ നല്ല രീതിയിൽ വിശ്വാസം മുതലെടുക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി അലീനയെ മാറ്റി നിർത്താൻ ശ്രമിച്ചവനാണ്, ദേഷ്യപ്പെട്ടവനാണ്. എന്നിട്ടാണ് അവനോട് ഈ ചതി നിങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോൾ, അത് കുടിച്ചായ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അവൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? അവൾ പറഞ്ഞ മാതിരി അനുസരിച്ചാൽ അവൾ ഒരിക്കലും ഈ കാര്യം പറയില്ല എന്ന് പറയുന്നു. അല്ല, മറിച്ച് വരികയാണെങ്കിൽ നിൻ്റെയൊക്കെ ഫ്യൂസ് അവൾ ഊരുമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. എല്ലാത്തിനും ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ റീത്ത വന്നെത്തുകയാണ്. റീത്ത വരുന്നത് ഇവിടേക്കല്ല, ധ്യാന കേന്ദ്രത്തിലേക്കാണ്. ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ എൽസമ്മയുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എൽസമ്മയെ കൂട്ടിക്കൊണ്ട് പോരാനാണ് റീത്ത എത്തുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എൽസമ്മയാണെങ്കിൽ നമ്മുടെ റീത്തയിൽ നിന്നും കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ എൽസമ്മയുടെ അടുത്ത് റീത്ത പറയുന്നുണ്ട്, സ്റ്റാലിയെ ഒന്ന് കാണണമെന്നും നീ അവനോട് കാര്യങ്ങൾ സംസാരിക്കണമെന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചതി അറിഞ്ഞ അലീനയ്ക്ക് മുൻപിൽ തൊട്ടടുത്ത നിമിഷം തന്നെ വേറൊരു വലിയ ചതി തുറന്നു വരികയാണ് എന്നും കാണാൻ സാധിക്കും. അത് നമ്മുടെ റീത്താമ്മയുടെ ചതിയാണ് എന്നും കാണാം. അതായത് നമ്മുടെ ആൻ്റപ്പനോട് ചോദ്യം ചെയ്യുന്നതിനിടയിൽ റീത്താമ്മയുടെ ചെറിയ ചതികളും എന്തെങ്കിലും മറച്ചു പിടിക്കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റീത്താമ്മയെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതും, ഇവിടെ നടക്കുന്ന ചതികളിൽ റീത്താമ്മയ്ക്ക് പങ്കുണ്ടെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അവരെ എന്തായാലും ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് അലീന ചിന്തിക്കുന്നതും കാണാൻ സാധിക്കും. ഒടുവിൽ അലീനയാണെങ്കിൽ അവരുടെ വരവിനായി കാത്തിരിക്കുന്ന ആ നിമിഷം തന്നെ അവരവിടേക്ക് വരുന്നതും, എൽസമ്മ സ്റ്റാലിയോട് സംസാരിക്കുമ്പോൾ റീത്തയെ എന്ത് ചെയ്യുന്നുണ്ട്, അലീന വിധിക്കുന്നതും, അതായത് ഓരോ കാര്യങ്ങൾ ചോദിച്ച് റീത്തയെ ചോദ്യം ചെയ്യുന്നതും, ഒടുവിൽ റീത്തയുടെ ഫ്യൂസ് ഊരുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ അലീന പോലീസിനെ വിളിച്ച് വരുത്തുകയാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ.